ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതേ വിയൂരുള്ള ദീപ സിനിമാസിലാണ് ട്ടാ. തൃശ്ശൂർക്കാർക്ക് പണ്ട് മുതലേ ഒരു പ്രിയപ്പെട്ട തിയേറ്ററാണ് ദീപ. എന്നാൽ അവരിപ്പോൾ ഒരു സർപ്രൈസ് റിനോവേഷനൊക്കെ ആയിട്ടാണ് വന്നത്. അത് ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. കാരണം തൃശ്ശൂരിലെ ആദ്യത്തെ DTS X സൗണ്ട് സിസ്റ്റം ആയിട്ടാണ് ഇപ്പോൾ ദീപ സിനിമാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സൗണ്ട് സിസ്റ്റം ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നേക്കണേ കേട്ടോ. അപ്പോൾ രാത്രി വന്നുകൊണ്ട് ആ ഒരു ലൈറ്റൊക്കെ ഒന്ന് കാണാൻ പറ്റി. ആ LED സ്ട്രിപ്സ് ഒക്കെ കൊള്ളാം. പിന്നെ ഇവിടെ ദീപയിൽ ഇത് ആവശ്യത്തിലധികം പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, ബാക്ക് സൈഡിലും ഉണ്ട്. ഇവിടെ ഇത് അത്ര വലിയ തിയേറ്ററും അല്ല, എന്നാൽ ചെറുതും അല്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു ഹാളാണ് തിയേറ്റർ. അപ്പോൾ അതിന് എത്ര കാർ വന്നാലും കാറും ബൈക്ക് വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാം. അത്ര സ്പേസ് ഉണ്ട്. പാർക്കിങ്ങിൽ ആവശ്യത്തിലധികം സ്പേസ് ഉണ്ട്. ലോബിയിൽ അധികം സ്പേസ് ഒന്നും ഇല്ല കേട്ടോ. ചെറിയ ലോബിയാണ്. അവിടെ തന്നെയാണ് ഈ ക്യാൻറ്റീനും. പിന്നെ ലോബിയുടെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പാസേജ് ഉണ്ട്. ഈ പാസേജ് കൂടെയാണ് തിയേറ്ററിലേക്കുള്ള എൻട്രൻസ്. തിയേറ്ററിന്റെ ഹാൾ അവർ മൊത്തത്തിലൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ദീപയല്ല, നന്നായിട്ടൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത്. ഇന്റീരിയറിൽ ആ സൈഡിലുള്ള വാമായിട്ടുള്ള കുറച്ച് സ്ട്രിപ്പ് ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. വേറെ ലൈറ്റ് ഒന്നും ഇല്ലാതെ തന്നെ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല. ഞാൻ മാക്സിമം ബ്രൈറ്റ് ആക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ സ്ക്രീനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സ്ക്രീന് അവര് കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വാൾ ടു വാൾ ടൈപ്പ്, ഒരു അത്യാവശ്യം ഫില്ലായി നിൽക്കുന്ന രീതിയിലുള്ള സ്ക്രീൻ ആക്കി. സ്ക്രീനിന്റെ ക്വാളിറ്റി ആണെങ്കിലും നൈസാണ് ട്ടാ. പ്രൊജക്ഷൻ ആണെങ്കിലും പക്ക ഒരു ബ്രൈറ്റ് വിഷ്വൽസാ. പിന്നെ മെയിൻ ആയിട്ടുള്ള ചേഞ്ച് സെൻട്രി കൂടെ ഉള്ള ആ ഒരു പാസേജ് ഒഴിവാക്കിയിട്ട് രണ്ട് സൈഡിലാക്കിയിട്ട്, അത് കാരണം പെർഫെക്റ്റ് വ്യൂ ആണ് തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സെൻട്രൽ സീറ്റിലൊക്കെ ഇരുന്ന് പക്കയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ടിക്കറ്റ് ചാർജ് തന്നെ നോർമൽ സീസിനൊക്കെ 150 കേട്ടോ. ബാക്കിൽ സോഫ സീറ്റിന് മാത്രമാണ് റേറ്റ് കൂടുതൽ, 200+. പിന്നെ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സീറ്റിന്റെ ക്വാളിറ്റിയിൽ പേഴ്സണലി അത്ര സാറ്റിസ്ഫൈഡ് അല്ല. 150 രൂപയ്ക്ക് ഒരു കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. ഇത് കുറച്ചുകൂടെ നല്ല ഹാർഡായിട്ടുള്ള, നമ്മുടെ തൃപ്രയാർ VB മാളിലുള്ള അത്ര ഹാർഡല്ല, എന്നാലും കുറച്ച് ഹാർഡായിട്ടുള്ള കുഷ്യനൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് സീറ്റാണ്. പിന്നെ ഫ്രണ്ട് റോയിലൊന്നും പോയി ഇരിക്കുക വേണ്ട കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ഒരു 3-4 റോ സ്കിപ്പ് ആക്കിക്കോ. അവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. കുറച്ച് ശോകമാണ്. ആകെ ഒരു ഇഷ്യൂ തോന്നിയത് ആ സീറ്റിംഗ് കംഫർട്ടിന്റെ മാത്രമല്ല. ലെഗ് സ്പേസ് പിന്നെ പിന്നെയും കുഴപ്പമില്ല, ഒരു ഡീസന്റ് ലെവൽ ഉണ്ട്. ഗൈസ്, ഇവിടുത്തെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. സൗണ്ടില് DTS X ആണ് യൂസ് ചെയ്തുകൊണ്ട് എന്നുള്ളത് മാത്രമല്ല, DTS X ഈ പറഞ്ഞ പോലെ അറ്റ്മോസ് പോലത്തെ ഒരു ഇമേഴ്സീവ് സൗണ്ട് ഫോർമാറ്റ് ആണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് DTS X ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിന്റെ കണ്ടന്റ് വേണം. പക്ഷെ DTS X അധികം സിനിമകൾ വരുന്നില്ല, അതാണ് പ്രശ്നം. വളരെ റെയർ ആയിട്ടാണ് വരുന്നുള്ളൂ. ആണ്ടിൽ നൂറ്റാണ്ടിൽ ഒരിക്കലും എന്നുള്ള പറഞ്ഞ പോലെ. ഈ കണ്ടന്റിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് അത് പരിഹരിക്കാനായിട്ട് ഡോൾബി കൊണ്ടുവന്നൊരു ഫോർമാറ്റാണ് ഈ IAB എന്ന് പറയുന്നത്. കുറെ സിനിമകൾ IAB ഫോർമാറ്റിൽ വരും. IAB ഫോർമാറ്റിൽ വരുന്ന സിനിമകൾ അറ്റ്മോസിലും പ്ലേ ചെയ്യാം, DTS X പ്ലേ ചെയ്യാം. പക്ഷെ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. രണ്ടിൽ കണ്ടാൽ ഏകദേശം ഒരേപോലെയൊക്കെ ഫീൽ ചെയ്യുള്ളൂ. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അറ്റ്മോസ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു അത്രേ ഉള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അറ്റ്മോസും DTS X തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ ദീപത്തെ സൗണ്ടിന് കുറവൊന്നുമില്ല കേട്ടോ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടില സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കണേ. പക്ക സൗണ്ടാണ് ഇവിടെ, അതിൽ വിഷയമൊന്നുമില്ല. ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സ് ക്രിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ, അത് വേറെ ലെവൽ ആയിട്ടാണത്. ഒരു ഓസ്ട്രേലിയൻ ബ്രാൻഡ്, അധികം ആൾക്കാരൊന്നും യൂസ് ചെയ്തിട്ടില്ല. കേരളത്തിൽ തന്നെ വളരെ ചുരുക്കമുള്ളൂ. ഐ തിങ്ക് തൃശ്ശൂർ വേറെ തിയേറ്ററിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മാർക്കറ്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് സംഭവം, ക്വാളിറ്റി വൈസ്. നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഉള്ളിൽ സറൗണ്ടിങ് വന്ന് നോക്കിയാൽ കാണാം. നമ്മുടെ ജോസിലൊക്കെ ഇരിക്കുന്ന പോലെ നിറച്ച് സ്പീക്കേഴ്സാ, ചുറ്റിലും ഇഷ്ടം പോലെ സ്പീക്കേഴ്സ്. അത് ഇതിന്റെ സ്പീക്കർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിട്ടും കേട്ടോ. ദീപയിലെ സൗണ്ട് തന്നെ ഒരു രക്ഷയില്ല. ഇവിടെ കുറച്ച് ആഡൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. DTS X ദീപയുടെ ഒക്കെ ആയിട്ട് ആഡൊക്കെ പ്ലേ ചെയ്യും. ഒരു രക്ഷയില്ലാത്ത ആഡാ. സൗണ്ടൊക്കെ അതിൽ നമുക്ക് എടുത്തറിയാൻ പറ്റും. ഗൈസ്, അപ്പോൾ അത്രയ്ക്കുള്ളൂ. ദീപ അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മൂവി അപ്ഡേറ്റ്സ് ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.